അപ്പൊ കാരവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ അതൊരു ആഡംബര വാഹനമാണ്, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെന്ന് നമ്മൾ ചിന്തിച്ചുവെങ്കിൽ ഇന്ന് കാരവൻ കുറെ പേർക്ക് തൊഴിൽ നൽകാനും കേരള ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അക്കോമഡേഷൻ സൗകര്യവുമായി മാറുന്നു. ഇങ്ങനെ പല സ്വപ്നങ്ങളും മന്ത്രിക്കുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായി പഠിക്കാതെ ധാരണയില്ലാതെ എടുത്തു ചാടിയ മന്ത്രിയും ടൂറിസം വകുപ്പും കുറേയേറെ സംരംഭകരെ കടക്കണിയിലാക്കി. എന്നിട്ടും പാഠം പഠിച്ചില്ല. കട്ടപ്പുറത്തായ കാരവൻ ടൂറിസത്തിന്റെ ഗതികേട് മാതൃഭൂമി ന്യൂസ് പരമ്പരയിലൂടെ തുറന്നുകാട്ടി. നമ്മുടെ നാടിന് ചേരാത്ത ഒരു പദ്ധതിയാണ് ഈ കാരവൻ ടൂറിസം പദ്ധതി. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയ വലിയ കമ്പനിക്കാരെല്ലാം നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും പുറത്ത് പറയുന്നില്ല. സർക്കാർ ദീർഘവീക്ഷണമില്ല നടപ്പിലാക്കിയതിൻ്റെ ഒരു വീഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരവൻ ടൂറിസത്തിലേക്ക് KTDC മുഖേന സഞ്ചാരികൾ എത്തുന്നില്ല. പല സംരംഭകരും സ്വന്തം വെബ്സൈറ്റിൽ പരസ്യം ചെയ്താണ് പ്രവർത്തനം, അതും നഷ്ടത്തിൽ. ഇന്നിപ്പോൾ കാരവൺ വന്ന സമയത്തും ഒരു 3.5 പതിറ്റാണ്ടിന് ശേഷം ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്തും കാരവൺ ഒന്നും ആയില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എല്ലാം മാധ്യമങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ മന്ത്രി ഒടുവിൽ തിരിച്ചറിയുന്നു. കാരവൺ ടൂറിസത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് സമയമെടുത്ത് തന്നെ വരുന്നതാണ്. അതിന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരവൺ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ കാരവൺ പാർക്കുകൾ അനിവാര്യമാണ്. അപ്പോൾ ആ പാർക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ KTDC തന്നെ മുൻകൈ എടുത്ത് ചിലയിടങ്ങളിൽ കൊണ്ടുവരുന്നു. കാരവന് പുതുജീവൻ നൽകുമെന്നാണ് മന്ത്രി പറയുന്നത്. നല്ലത് തന്നെ. പക്ഷെ ക്രിയാത്മകമായി പഠിക്കാതെ വീണ്ടും എടുത്തു ചാടരുത്. കാരവനിൽ കാശ് കളയരുത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.